ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ലൈവും അവസാനിച്ചിരിക്കുകയാണ്, എപ്പിസോഡ്സും അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് സംഘർഷവും തമാശയും ചിരിയും കളിയും അടിപിടിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു സീസൺ 7. PR-കാരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒന്നുകൂടെ എക്സ്പോസ് ചെയ്തൊരു സീസണായിട്ട് തന്നെ സീസൺ 7 അറിയപ്പെടും. ഇന്ന് കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്ന ആ ഒരു സെഷൻ അനുവിൻ്റെയും ഷാനവാസിൻ്റെയും നെവിൻ്റെതുമായിരുന്നു. അവരും ഈ പറഞ്ഞ പോലെ ഒരുപാട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ബിഗ് ബോസ് അവരോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ അവിടുത്തെ എന്ത് സാധനമാണ് അവർക്ക് വേണ്ടതെന്ന്. അതിനുശേഷം പിന്നെ നേരെ അടുത്ത മിഡ് വീക്ക് എവിക്ഷനും അവസാനത്തെ മിഡ് വീക്ക് എവിക്ഷനും നടക്കുകയാണ്. നൂറ അതിൽ നിന്ന് ഔട്ടാവും. ബിഗ് ബോസ് ഹൗസിനോട് യാത്രയും പറഞ്ഞ് നൂറ ഇറങ്ങി. അതിനുശേഷം ഫൈനൽ 5ന്റെ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു. ഗ്രൂം ചെയ്യാൻ വന്നവരടുത്ത് ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് വേണ്ടതെന്നും പിന്നെ ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും 100 ദിവസത്തെ ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം മറന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രൂമിംഗ് സെഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് എല്ലാവരോടും ഗാർഡൻ ഏരിയയിൽ വന്ന് നിൽക്കാൻ പറയുന്നു. ഈ സീസണത്തെ ടോപ്പ് 5 ആയ അനീഷ്, അനു, നെവിൻ, അക്ബർ, ഷാനവാസ് വന്ന് ആ 1 day to go എന്ന് എഴുതിയിരിക്കുന്നതിന്റെ പിറകിൽ വന്ന് നിൽക്കുകയാണ്. പിന്നീട് ബിഗ് ബോസ് പറയുന്നു, എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതെല്ലാം 24/7 ലൈവ് സ്ട്രീമിലാണ് പ്രേക്ഷക ലക്ഷങ്ങൾ കണ്ടതെന്നും ഇതോടുകൂടി ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഫൈനൽ 5നോട് ബിഗ് ബോസ് വിജയാശംസകൾ നേരുന്നു. തിരിച്ച് മത്സരാർത്ഥികളും പ്രേക്ഷകരോട് നന്ദിയും പറയുന്നു. ഫൈനൽ 5ലെ എല്ലാ മത്സരാർത്ഥികളും അവരുടെ ബിഗ് ബോസ് ജേർണി വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. ഇനി ഫിനാലേക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്.